സോയിലെസ് മണ്ണില്ല. ആ ഒരു നമ്മൾ ഇതിൽ പരമാവധി നമ്മൾ ചെയ്യുന്നത് എന്താണ്, തടിപ്പൂളാണ്. തടിയുടെ പൂള് വെറുതെ നമ്മുടെ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റ് മാത്രമേ നിറയ്ക്കുള്ളൂ. ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നനയ്ക്കണ്ട, വല്ലപ്പോഴും നനച്ചാൽ മതി, എല്ലാ ദിവസവും നനയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ബയോഫീലിക് അർബൻ ഹോംസിൻ്റെ ഒരു മോഡലാണ്. അപ്പം നമുക്ക് ടൗണിലൊക്കെ ആണെങ്കിലും എന്താണ് മണ്ണൊന്നും ഇല്ലെങ്കിൽ തന്നെ വീടിൻ്റെ എവിടെയെങ്കിലും കുറച്ച് വെട്ടമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് ചെറിയ രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. എനിക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുണ്ട്, ഇതിപ്പോൾ വെയിറ്റ് കണ്ടോ, വെയിറ്റ് ഒട്ടുമില്ല, ഉണ്ട് കാരണം സാധനം വെറുതെ തടിയുടെ പൂള കണ്ട, തടിയുടെ പൂളിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനി അടുക്കളയിലുള്ള പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ട് ഇടയ്ക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കും. ഇതുണ്ട് കോളിഫ്ലവർ ആയിട്ടില്ല, എന്താണ് ക്യാപ്സിക്കം ആയിട്ടുണ്ട്, ക്യാപ്സിക്കം കണ്ട പരമാവധി 2 കിലോയൊക്കെ ഉള്ളൂ. 1 കിലോ 1.5 കിലോ 2 കിലോ ഉള്ളൂ, വെയിറ്റില്ല, വെയിറ്റ്ലെസ്. പിന്നെ ടെറസിന്റെ മേളിലൊക്കെ അടിപൊളിയായിട്ട് വെക്കാം. നമുക്കിതിപ്പോൾ ഏകദേശം ഒരു 2-2.5 മാസമായുള്ളൂ. 2.5 മാസത്തിനുള്ളിൽ ഇത്ര ഇത് കുറേ കായകൾ നിങ്ങൾ പറിച്ചു, പിന്നെ ഇതുപോലെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം എന്തെങ്കിലും കുറച്ച് ഒരു കട്ടിയുള്ള പുറത്തേക്ക് പോയിരിക്കേണ്ടതുണ്ട്. ഇതേപോലെ കുറച്ച് ഇതിൻ്റെ പാലെന്തെങ്കിലും ഇവിടെ ഇങ്ങനെ വെക്കുക, കുറച്ച് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ പറഞ്ഞേക്കുന്ന പോലെ മില്ലി നീട്ടിയ തടിയുടെ പൂള് കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം എന്താണ് നമ്മളിത് മണ്ണും ഈ പറഞ്ഞേക്കുന്ന ചാണകപ്പൊടിയും നമ്മുടെ പച്ചക്കറി വേസ്റ്റിൻ്റെ മിക്സാണിത്. ഇങ്ങനെ നിറയ്ക്കല്, ഇത് ഫില്ല് നിറയ്ക്കുക. ടേസ്റ്റ് എല്ലാം ഉണ്ട്, യാതൊരു ദുർഗന്ധം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇടയ്ക്ക് കുറച്ച് കുമ്മായി ഇട്ട് കൊടുക്കാറുണ്ട്. മറ്റ് കീടബാധകളൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ആകെ ചെയ്യുന്നത് കുമ്മായം മാത്രമേ ഇടുകയുള്ളൂ. പാകി വെച്ചിരിക്കുന്ന ഇതേപോലെ ഒരു കോളിഫ്ലവർ ചെടിയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലിട്ട് പാകാൻ പോവാണ്. കണ്ടോ, ഇത് തരി പോലും മണ്ണില്ല, മൊത്തം ഈ തടിയുടെ പൂള് മാത്രമേ ഉള്ളൂ. ഇത് പച്ചക്കറി വേസ്റ്റും ഇത് തടിയുടെ പൂളും നമ്മളിങ്ങനെ ഇറക്കി വെക്കുവാണ്. അത്രയും മതി, തീരെ വെയിറ്റ്ലെസ് ആണ്. കണ്ടോ, ഈ ബാക്കിയുള്ള പീസിൻ്റെ മേലോട്ട് ഇങ്ങനെ എടുത്ത് പതിയെ വെക്കും. 1.5 മാസം മുമ്പ് വെച്ച് പ്ലാന്റ് ആണ്. കണ്ടോ, ഇതുണ്ട്, നല്ല കരുത്തോടെ ഒരു കീടബാധയില്ലാതെ ഈ വെള്ളം നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാറില്ല, ഒഴിക്കുന്ന വെള്ളം നിൽക്കുകയും ചെയ്യും. ആദ്യം ഇതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് പോട്ടിലാണ് വെച്ചത്. അപ്പോൾ പ്ലാസ്റ്റിക് പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാലും ഇതിന് ഒന്നാമത് മണ്ണില്ല, നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മാത്രമേ ഉള്ളൂ, ചെറിയ തടിയുടെ പൊടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റിന് ഇതുപോലെ ഒരു ക്ഷീണം കാണിച്ചത്. രണ്ടാമത് എന്ത് ചെയ്തു, ഈ പറഞ്ഞേക്കുന്ന പോലെ തന്നെ നന്നായിട്ട് പച്ചക്കറി വേസ്റ്റും അതിലെ തടിയുടെ പൊടിയെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം ഈ 2 പ്ലാന്റും വ്യത്യാസം കണ്ടോ. ഇതിൻ്റെ ഇലകളൊക്കെ അങ്ങനെ പഴുത്ത് നിൽക്കുന്നത്, പക്ഷേ ഇതിൻ്റെ പ്ലാന്റുകൾക്കൊക്കെ നല്ല കരുത്തുണ്ട്, കായകൾ കൂടുതലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും മണ്ണ് നമുക്ക് തീരെ കുറവാണ്. അതായത് ഒരു ചെറിയൊരു ചിരട്ട മണ്ണ് മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം ഈ പറഞ്ഞേക്കുന്ന വീട്ടിലെ പച്ചക്കറി വേസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഈ തടിയുടെ പൊടി എന്ന് പറഞ്ഞ ഇതാണ്, മില്ലിൽ നിന്നൊക്കെ കിട്ടുന്ന പൂളെന്ന് പറയും, തടിയുടെ പൂളാണ്. ഇതൊരു മില്ലിൽ പോയാലും നമുക്ക് വാരിയെടുക്കാൻ പറ്റും. ഒരു ചാക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10-100ഓളം നമുക്ക് ചെയ്യാൻ പറ്റും. സുന്ദരമായ ക്യാബേജിൻ്റെ വയലറ്റ് ക്യാബേജാണ്, ഒരു ഡ്രൈ ആണ്. കണ്ടോ, ഡ്രൈ ആണ്. നമ്മളെന്താ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും വെള്ളം ഒഴിക്കൊന്നുമില്ല, നമ്മൾ ഇതേപോലെ തന്നെ ഫില്ല് ചെയ്യും. അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ഒഴിക്കും. ഇതൊരു വേറെ പ്ലാന്റാണ്, നല്ല ഗ്രോത്തായിട്ടാണ് വരുന്നത്, നല്ല ഗ്രോത്ത് ഉണ്ട്. ഈ മിക്സ് തന്നെയാണ് എടുക്കുന്നത് നമ്മൾ.